പൗരത്വ ഭേദഗതി നിയമവും ഇ.ഡി. നീക്കങ്ങളും ചർച്ചയാക്കി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. ആരു ഭരിച്ചാലും കേരളത്തിൽ പൗരത്വ നിയമം നടപ്പിലാകില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. CAA-യിൽ കേന്ദ്രത്തിനെതിരെയാണ് ജനവിധി വരിക. സമസ്തയുമായി UDF-ന് ഒരു പ്രശ്നവുമില്ലെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. CAA ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു പ്രചരണ വിഷയമാണ്. പ്രത്യേകിച്ച് LDF ഇപ്പോൾ അവരുടെ റാലികൾ നടത്തുന്നു, മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. CAA ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറി. തെരഞ്ഞെടുപ്പിൽ CAA എങ്ങനെയായിരിക്കും കേരളത്തിൽ പ്രതിഫലിക്കുക? ഇന്ത്യയിലൊക്കെ ഒരുപോലെയാണ് CAA. അത് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. അവിടെ ഭരണമാറ്റം വേണം. ഇതാർക്കും അറിഞ്ഞുകൂടാത്തത്. കേരളത്തിൽ LDF ആയാലും UDF ആയാലും ഇപ്പോൾ BJP അല്ലല്ലോ ഭരിക്കുന്നത്. ഞങ്ങൾ ഭരിച്ചാലും CAA നടപ്പിലാക്കില്ല. അതുകൊണ്ട് അതിനകത്ത് കാര്യമില്ല. ഇവിടെ UDF ഭരിച്ചാലും CAA നടപ്പിലാക്കുമോ? ഇല്ലല്ലോ. LDF ഭരിച്ചാലും നടപ്പിലാക്കില്ല. പക്ഷേ അവിടെ ഭരണമാറ്റം ഉണ്ടാവണം. അതാണ് പ്രധാനം. ഞങ്ങളുടെ വാക്കതാണ്. കാരണം കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഇനിയും കോൺഗ്രസ് ഭരിക്കണം, അപ്പോൾ ഒരു വിഷയം ഉണ്ടാവില്ല. മാസപ്പടി വിവാദത്തിൽ പിണറായി വിജയന്റെയും മകൾ വീണയുടെയും മാത്രമല്ല KC വേണുഗോപാലിന്റെ വീട്ടിലും ED എത്തുമെന്ന് ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. KC വേണുഗോപാലിൻ്റെയും വീണ വിജയൻ്റെയും പിണറായി വിജയൻ്റെയും എല്ലാവരുടെയും വീട്ടുപടിക്കലേക്ക് ED എത്തുകയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കേണ്ടവരെ അടയ്ക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഒന്നിച്ചുള്ള കച്ചവടമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരിമണൽ കടത്തക്കെതിരെ എന്തുകൊണ്ടാണ് ഒരു വിജിലൻസ് അന്വേഷണം ഉണ്ടായോ? ഏതെങ്കിലും രീതിയിലൊരു നടപടി ഉണ്ടായോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും KC വേണുഗോപാലിനും അവർ തമ്മിൽ ഐക്യപ്പെടലുണ്ട് എന്നുള്ളതാണ്. സലിം മാലിക് ഉണ്ട് നമ്മളോടൊപ്പം വിവരങ്ങളുമായി. സലിം മാലിക്, എന്തൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി ഏതാണ്ട് 28 ദിവസങ്ങളാണ് കേരളത്തെ സംബന്ധിച്ച് പോളിംഗ് ബൂത്തിൽ എത്താനുള്ളത്? സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, സംസ്ഥാനം പോളിംഗ് ബൂത്തിലെത്താൻ ഏതാണ്ട് ഇനി ഒരു മാസം തികച്ചില്ലാത്തൊരു സമയമാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കെ അവസാന റൗണ്ടുകളിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തുള്ള പ്രധാനപ്പെട്ട പ്രചരണ വിഷയം അത് CAA തന്നെയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി CAA-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സംസ്ഥാനത്ത് പ്രധാനമായും പ്രചരണ ആയുധമാക്കി മൂന്ന് മുന്നണികളും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം. അത് തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സംസ്ഥാനത്തേക്കുള്ള ED വരവും ED-യുടെ അന്വേഷണവും എല്ലാം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ രംഗത്ത് സജീവമായുണ്ട്. അത് മാത്രമല്ല, മണിപ്പൂരിലെ ഈ അവധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് പരിഹരിച്ച രീതിയൊക്കെ ഈ പ്രചരണ രംഗത്ത് സജീവമായി തന്നെയുണ്ട്. ആ നിലയിലുള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ കൊടുമ്പിരി കൊള്ളുന്നത്. അതിൽ CAA-യുമായി ബന്ധപ്പെട്ട് UDF-ഉം LDF-ഉം CAA വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഈ CAA-യുമായി ബന്ധപ്പെട്ട് അത് എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതിനെ ചൊല്ലിയാണ് വോട്ട് പ്രധാനമായും ചോദിക്കുന്നത്. അതുമാത്രമല്ല, LDF അതിൽ കുറച്ചധികം മുൻപോട്ട് പോയി വിവിധ മണ്ഡലങ്ങളിൽ CAA വിരുദ്ധ റാലികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ടാണ് അതിനെ പ്രതിരോധിക്കുന്നത്. അതിൽ UDF അല്പം പിറകിലേക്കാണോ എന്നൊരു ആക്ഷേപം പൊതുവിലുണ്ട്. മുഖ്യമന്ത്രിയൊക്കെ തന്നെ UDF CAA-യുമായി ബന്ധപ്പെട്ട് അതിനെ എതിർക്കുന്നില്ല എന്നൊരു പരാതികളും വിമർശനങ്ങളും ഒക്കെ വിവിധ പ്രസംഗ വേദികളിൽ പറയുകയും ചെയ്തതാണ്. അതേസമയം അതിന് മറുപടിയായി പി.കെ. കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് നേതാവ്, ഇന്ന് പറഞ്ഞത് കേരളത്തിൽ LDF ആയാലും UDF ആയാലും CAA നടപ്പിലാക്കില്ല. അത് കേന്ദ്രത്തിലെ മാത്രം വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതല്ല ഇവിടെ വോട്ടാകുന്ന, അതിനപ്പുറത്തേക്കുള്ള മറ്റു പല കാര്യങ്ങളും പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത് CAA ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മുന്നണികൾ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ്.